ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് എൻ്റെ ഒരു ഫോട്ടോ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആദ്യമായി പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതും ക്ലോസപ്പ് കാണിച്ചു തരാം. ഈ കാണുന്നത് ഞാനാണ്. ഇത് എത്ര ഉള്ളൂ. അപ്പോൾ 30 days ഓഫ് ലെറ്ററിങ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ് മൂക്കൊണ്ടൊരു ഷാ എഴുതുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. പക്ഷേ ഇത് പത്രത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഓൺലൈൻ ഇവൻ്റ് ആയിരുന്നു. ഇത് പത്രത്തിൽ ഒരു ന്യൂസ് വന്നപ്പോൾ അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ഈ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്നോ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കൊച്ചി എഡീഷനിലാണ് ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിലുള്ളൊരു എൻ്റെ ഒരു സുഹൃത്ത് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് ചോദിച്ചു, ഇത് നീയാണോ എന്ന് ചോദിച്ചു. ഞാനാണല്ലോ. ഇത് എപ്പോഴാണ് എങ്ങനെ ഞാനാകെ അന്നുകൊണ്ട്. അപ്പോൾ ഇതിലെൻ്റെ പേരോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് ഞാനാണോ എന്നൊന്നും അറിയില്ല. എന്നെ അറിയണ ആളുകൾക്കറിയാം, അല്ലാത്തവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര ചെറിയ വിഷമമായി. അതിനുശേഷം കുറേ കൊല്ലമല്ല, ഏകദേശം 1 വർഷത്തിന് ശേഷം ടിക്ടോക്കിൽ ഞാനൊരു വീഡിയോ ചെയ്തു. ഞാൻ യൂട്യൂബിൽ കാര്യമായിട്ട് അഭിനയങ്ങളൊന്നുമില്ല, നമ്മൾ പച്ചയായ ജീവിതമാണ്. അഭിനയം കംപ്ലീറ്റ് ടിക്ടോക്കിലാണ്. അവിടെ അഭിനയിച്ച് തകർക്കണം. എല്ലാവരും അങ്ങനെയാണല്ലോ. എൻ്റെ ഈ കഷണ്ടി ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഫഹദ് ഫാസിലിൻ്റെ പോലെയുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് പൊങ്ങി ഇങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഫഹദിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യും. അങ്ങനെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഒരു വീഡിയോ കുറച്ച് ആളുകളൊക്കെ കണ്ടു, കുറച്ച് ലൈക്കൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അയാളൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇത് നീയാണോ എന്ന് ചോദിച്ചു. ഞാനാണ്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ടിക്ടോക്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതോ ഇലക്ട്രിക്കൽ ഷോപ്പിലെ മഹേഷ് എന്ന ചെറിയ കലാകാരൻ എന്നുള്ള ക്യാപ്ഷനിലാണ് എൻ്റെ വീഡിയോ അവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്ടോക്ക് എന്നുള്ള ലോഗോ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഫ്ലെമിൻ സൈമൺ എന്ന് പേരുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും വിഷയമല്ല. അപ്പോൾ ആളുകൾ പൊളിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞ് വിരലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിന് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വേറൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ടിക്ടോക്കിൽ ചെയ്ത ഇതേ വീഡിയോ അതൊരു ന്യൂസൊക്കെ ആക്കി ഇവരുടെ ലോക്കൽ ചാനലിൽ വന്നിട്ടുള്ളതാണ്. അതിൽ ആറ്റിങ്ങൽ സ്വദേശി അഖില അങ്ങനെ എന്തോ പേരിലാണ് എൻ്റെ വീഡിയോ. ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദ് ഫാസിലിന്റെ സൈക്കോ കഥാപാത്രത്തെ ടിക്ടോക്കിലൂടെ അവതരിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് കരുനാഗപ്പള്ളി സ്വദേശി അഖിൽ. ഫഹദ് ഫാസിലുമായുള്ള ഇദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമാണ് ടിക്ടോക്ക് വൈറലാകാൻ കാരണം. കൂട്ടുകാരനായ സലീമിന്റെ നിർബന്ധമാണ് ഇത്തരം ഒരു ടിക്ടോക്ക് വീഡിയോയ്ക്ക് കാരണമായത്. അപ്പോൾ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ ഈ ആറ്റിങ്ങൽ സ്വദേശി അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ കുറച്ചൊരു ബോധമുള്ളവരാണെങ്കിൽ ഈ ടിക്ടോക്കിൻ്റെ അടിയിൽ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ന്യൂസൊക്കെ ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് അതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുകൂടാ. എന്തായാലും ഈ മഹേഷിന് കൊടുത്ത സപ്പോർട്ടും ഈ ആറ്റിങ്ങൽ സ്വദേശിക്ക് കൊടുത്ത സപ്പോർട്ടും ഒക്കെ എനിക്കാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ടിക്ടോക്കിൽ ഉണ്ട് കേട്ടോ. ഞാൻ ഫ്ലെമിൻ സൈമൺ എന്ന് സെർച്ച് ചെയ്താൽ ടിക്ടോക്കിൽ നമ്മുടെ കസർത്തുകൾ കാണാം. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ടിക്ടോക്കിൽ കയറുക, എൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കാണുക. സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ എൻ്റെ ഫോട്ടോ പത്രത്തിൽ പ്രിൻ്റ് ചെയ്തതിനെ പറ്റി പറയുമ്പോഴൊക്കെ ലിബി ഒരു പത്രം പൊക്കി പിടിച്ച് വരും.
എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ട, അതിൻ്റെ ഈ ഏറ്റവും അറ്റത്ത് ഇവിടെയുള്ള ഒരു കുഞ്ഞൊരു തല കണ്ട, അതാണ് ലിബി. അവർ സ്കൂളിലെ എന്തോ ഒരു ഉദ്ഘാടനത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ തല കാട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ.